ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ദേവര സിനിമയുടെ 8ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 8 ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ വന്നിരിക്കുകയാണ്. അതിനു മുന്നേ തന്നെ ഇപ്പോഴത്തെ സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ വന്നിരിക്കുകയാണ്. ഇന്നലെ വന്ന സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ കണക്കുകൾ പ്രകാരം 396 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എങ്കിൽ ഇന്ന് വന്ന പോസ്റ്റർ പ്രകാരം 405 കോടിയിലേക്കാണ് 7 ദിവസങ്ങൾ കൊണ്ട് ദേവര വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുന്നത്. ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം ഇന്നലത്തെ കളക്ഷനും ട്രാക്കേഴ്സ് കണക്കുകളും 9 കോടി തന്നെയാണെങ്കിലും ആകെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ദേവരയുടെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ തള്ളു കളക്ഷൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ 7 ദിവസങ്ങൾ കൊണ്ട് 324 കോടിയിലേക്കാണ് ദേവര എത്തപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തോടെ 8 ദിവസങ്ങൾ കൊണ്ട് ദേവരയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 330 കോടി കടക്കുന്നതാണ്. 350 കോടി ഉടനെ കടക്കാനായിട്ടിരിക്കുന്ന സിനിമയുടെ ഒഫീഷ്യൽ കണക്ക് ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 500 കോടി രൂപ വരെയുള്ള ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ഇനി 8ാം ദിവസത്തെ സിനിമയുടെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ നല്ല രീതിയിൽ കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദേവരയുടെ ഭൂരിഭാഗം സ്ക്രീനുകളും ഇന്ന് റിലീസ് ചെയ്ത പുതിയ മലയാളം സിനിമകൾക്ക് പോയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇന്നലെ ഇതേ സമയം 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 1 ലക്ഷത്തിൽ താഴെയാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നത്തെ ഫൈനൽ കേരള ഗ്രോസ് 2 ലക്ഷത്തിൽ താഴെ പ്രതീക്ഷിക്കുന്നുള്ളൂ. സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് 2 കോടി കടക്കും. എന്നാൽ അതിനുമപ്പുറം വമ്പൻ കളക്ഷൻ ഒന്നും തന്നെ സിനിമ കേരളത്തിൽ നേടിയെടുക്കില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.